സെപ്റ്റംബർ 8. ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ അഡല, വിശുദ്ധ അഡ്രിയൻ, വിശുദ്ധ അമ്മോൻ, വിശുദ്ധ കോർബീനിയൻ. നമ്മൾ പ്രത്യേകമായി സെപ്റ്റംബർ 8 ആഘോഷിക്കുന്ന തിരുനാളാണ് പരിശുദ്ധ കന്യകയുടെ ജനന തിരുനാൾ. പരിശുദ്ധ കന്യകാ മറിയം. ദാവീദ് രാജാവിൻ്റെ കുടുംബത്തിൽ യോവാക്കിമിൻ്റെയും അന്നായുടെയും മകളായി കന്യകാ മറിയം ജനിച്ചു. ജെറുസലേമിലാണ് പരിശുദ്ധ കന്യകയുടെ ജനന തിരുനാൾ ആദ്യമായി ആഘോഷിച്ചിരുന്നത്. പൗരസ്ത്യരുടെ ഇടയിൽ ആഘോഷിച്ചു തുടങ്ങിയ ഈ തിരുനാൾ 7-ാം നൂറ്റാണ്ടിൽ റോമിലെ സഭയിലും തുടങ്ങി. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ നിർമ്മലമായി ഉരുവാക്കപ്പെട്ട സമയം ഡിസംബർ 8 മുതൽ 9 മാസം കണക്കുകൂട്ടിയാണ് സെപ്റ്റംബർ 8 മറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്നത്. മറിയത്തിൻ്റെ ജന്മവർഷം ഏകദേശം BC 19-18 നൂറ്റാണ്ടുകളിൽ എന്നാണെന്ന് കരുതപ്പെടുന്നു. മറിയത്തെ പരിശുദ്ധ കന്യകാ മറിയമെന്നും തെയോഡോക്കോസ് എന്നും വിളിക്കുന്നു. തെയോഡോക്കോസ് ഒരു ഗ്രീക്ക് പദമാണ്. തെയോഡോക്കോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവമാതാവ് അല്ലെങ്കിൽ ദൈവപ്രസവിത്രി എന്നാണ്. കത്തോലിക്ക ഓർത്തഡോക്സ് സഭകളുടെ ദൈവശാസ്ത്രമനുസരിച്ച് ക്രിസ്തു ഒരേ സമയം മനുഷ്യനും ദൈവവും ആണെന്നുള്ള സൂചന ഇതിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തുവർഷം 431 നടന്ന എഫേസൂസിലെ പൊതു സുന്നകദോസിൽ അംഗീകരിക്കപ്പെട്ട നാമമാണിത്. രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് പിതാവായ ദൈവം തെരഞ്ഞെടുത്ത കന്യകയാണ് പരിശുദ്ധ കന്യകാ മറിയം. ഈശോ ദൈവപുത്രനാകയാൽ മേരി ദൈവമാതാവാണ്. ക്രിസ്തുവിൻ്റെ ജനനത്തിന് പുറമെ പരിശുദ്ധ കന്യകയുടെയും വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെയും ജന്മം മാത്രമാണ് തിരുസഭയിൽ ആഘോഷിക്കപ്പെടുന്നത്. ഗലീലയിലെ നസറത്ത് സ്വദേശിനിയും യൗസേപ്പ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം നടത്തപ്പെട്ട ഒരു കന്യകയുമായിരുന്നു മറിയം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം വരുന്ന ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കണമെന്ന് പഴയ നിയമത്തിൽ യേശയ്യായുടെ പ്രവചനം പോലെ പുതിയ നിയമത്തിൽ ഗബ്രിയേൽ മാലാഖയുടെ അറിയിപ്പും നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധാത്മ ഹേതുവായിരുന്നു മറിയത്തിൻ്റെ ഗർഭധാരണം എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു. അതിനാൽ കന്യകാമറിയം എന്നറിയപ്പെടുന്നു. മറിയത്തിനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ദൈവശാസ്ത്ര ശാഖ മേരി വിജ്ഞാനീയം എന്നറിയപ്പെടുന്നു. ദൈവകൃപയാൽ പ്രത്യേകമായ പ്രീതി ലഭിച്ചവളായി ഗണിക്കപ്പെടുകയും ലോക ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിൽ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതായും ആണ് സഭകൾ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് പരിശുദ്ധ കന്യാമറിയത്തോട് ബന്ധപ്പെട്ട വിശേഷ ദിനങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. സെപ്റ്റംബർ 8 മറിയത്തിൻ്റെ ജനന തിരുനാൾ. ഡിസംബർ 8 പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവ പെരുന്നാൾ. നവംബർ 21 മറിയത്തിൻ്റെ ദേവാലയ പ്രവേശനം. ഡിസംബർ 26 മറിയത്തിൻ്റെ പുകഴ്ച പെരുന്നാൾ. ജനുവരി 15 വിത്തുകൾക്ക് വേണ്ടി ദൈവമാതാവിൻ്റെ പെരുന്നാൾ. മാർച്ച് 15 കതിരുകൾക്ക് വേണ്ടി ദൈവമാതാവിൻ്റെ തിരുനാൾ. ജൂൺ 15 ദൈവമാതാവിൻ്റെ നാമത്തിൽ ആദ്യ പള്ളി സ്ഥാപിച്ചതിൻ്റെ പെരുന്നാൾ. ഓഗസ്റ്റ് 15 ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ, സ്വർഗാരോപണ പെരുന്നാൾ. കേരളത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമത്തിലുള്ള പ്രശസ്ത ദേവാലയങ്ങളിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. വല്ലാർപാടം പള്ളി, മണർകാട് പള്ളി, കുറവിലങ്ങാട് പള്ളി, നിരണം പള്ളി, അക്കരപ്പള്ളി, കല്ലൂപ്പാറ പള്ളി, ചാലക്കുടി സെയിൻറ്റ് മേരീസ് ഫൊറോന പള്ളി, ചങ്ങനാശ്ശേരി പാറയിൽ പള്ളി, കൊരട്ടിപ്പള്ളി, പട്ടുമല മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രം, ആരക്കുഴ പള്ളി, നാഗപ്പുഴ സെയിൻറ്റ് മേരീസ് പള്ളി, പള്ളിക്കര കത്തീഡ്രൽ. ആദ്യ മാതാവായ ഹവ്വ തൻ്റെ അനുസരണക്കേടും അഹങ്കാരവും മൂലം മാനവരാശിയുടെ അധപ്പതനത്തിന് കാരണമാകുന്നുവെങ്കിൽ രണ്ടാം ഹവ്വയായ പരിശുദ്ധ കന്യകാമറിയം തൻ്റെ അനുസരണവും എളിമയും മൂലം മാനവരാശിയുടെ രക്ഷയ്ക്ക് കാരണമായി. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് പ്രാർത്ഥനയോടെ നമ്മുടെ വിഷമങ്ങൾ ചേർത്ത് വെച്ചാൽ ദൈവകൃപയാൽ എല്ലാ വിഷമങ്ങളും മാറിപ്പോകും. നമ്മുടെ കുടുംബത്തെ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാം. ഈ കാലഘട്ടത്തിൻ്റെ രക്ഷയ്ക്കായും തിരുസഭയുടെ വളർച്ചയ്ക്കായും ജനങ്ങളുടെ മാനസാന്തരത്തിനുമായും പരിശുദ്ധ കന്യകാമറിയം പല രാജ്യങ്ങളിലും സ്ഥലങ്ങളിലുമെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി വരുന്നു. നമുക്ക് അതിൽ ചിലത് പരിചയപ്പെടാം. 1.
പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ട് ജപമാല രഹസ്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഒരു ചരടിൽ 5 വലിയ കെട്ടുകളും 50 ചെറിയ കെട്ടുകളുമായി ഇന്ന് നാം കാണുന്ന ജപമാല രൂപം കൊണ്ടത് അങ്ങനെയാണ്. 2. ബ്രിട്ടനിലെ കെൻറ്റ് കർമ്മലീത്ത സഭയുടെ സുപ്പീരിയറായിരുന്ന സൈമൺ സ്റ്റോക്കിന് 1248 മാതാവ് പ്രത്യക്ഷപ്പെട്ടു. സഭാംഗങ്ങളെ രക്ഷപ്പെടുത്തുന്നതിനായി ഉത്തരീയം ധരിക്കുവാനാണ് മാതാവ് പറഞ്ഞത്. അതിൻ്റെ ചെറിയൊരു പതിപ്പായ ബെന്നിങ്ങം എല്ലാവരും ഇപ്പോഴും ഉപയോഗിക്കുന്നു. 3. ഗാഡലൂപ്പെ മാതാവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മാതാവ് 1531 താഴ്ന്ന ജാതിയിൽപ്പെട്ട ജോൺ ഡിയാഗോയ്ക്ക് മലമുകളിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ടു. അടയാളമായി സുഗന്ധപൂർണമായ ഒരു റോസാപുഷ്പം മേൽവസ്ത്രത്തിൽ മാതാവിൻ്റെ ചിത്രവും പതിപ്പിച്ച് നൽകിയിരുന്നു. 4. 1830 ഫ്രാൻസിലെ ഡിജോൺ പട്ടണത്തിന് സമീപം അഗതികളുടെ സന്യാസ സഭാംഗമായ കാതറിൻ ലെബോറയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ശുഭ്രവസ്ത്രധാരിയായി അർദ്ധവൃത്താകൃതിയിലുള്ള ഗോളവും ശിരസിൽ കിരീടം പോലെ 12 നക്ഷത്രങ്ങളും തിളങ്ങി കാണപ്പെട്ടു. പാദപീഠത്തിൽ ഭൂഗോളമുണ്ടായിരുന്നു. താഴേക്ക് വിടർത്തിയ രീതിയിൽ കൈകൾ വെച്ചിരുന്നു. പ്രകാശധാര കൈകളിൽ നിന്ന് ഗോളത്തിലേക്ക് പതിക്കുന്നതായും കാണപ്പെട്ടു. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, നിന്നെ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന ലിഖിതവും കാണപ്പെട്ടു. ഇതുപോലൊരു മെഡൽ ഉണ്ടാക്കുവാനായി കാതറിനോട് അമ്മ ആവശ്യപ്പെട്ടു. 5. ഫ്രാൻസിൽ AD 1846 ലാസലറ്റ് എന്ന ഇടവകയിൽ മതപീഡനമുണ്ടായപ്പോൾ കണ്ണീരോടുകൂടി മാതാവ് 14 വയസ്സുള്ള മലേനിക്കിനും 11 വയസ്സുള്ള മാക്സിനും പ്രത്യക്ഷപ്പെട്ടു. പാപത്തിൽ നിന്ന് പിന്തിരിയുവാനും അങ്ങനെ ലോകത്തെ രക്ഷിക്കുവാനും മുന്നറിയിപ്പ് നൽകണമെന്ന് മാതാവ് കുട്ടികളോട് പറഞ്ഞു. 6. ഫ്രാൻസിലെ ലൂർദിൽ വിറക് ശേഖരിച്ച് നടന്ന 3 കുട്ടികളിൽ ഒരാളായ ബെർണാഡിറ്റയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും മാതാവ് ഒരു കുഴി കുഴിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിൽ നിന്നും ഉണ്ടായ ഉറവയിൽ നിന്ന് കണ്ണ് കഴുകിയ ബെർണാഡിറ്റയ്ക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടി. 7. പോർച്ചുഗലിലെ ഫാത്തിമയിൽ 1917 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങ് സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്ന പ്രാർത്ഥന ചൊല്ലുവാൻ പഠിപ്പിച്ചു. ഒക്ടോബർ 13 70,000 പേർക്ക് മാതാവിനെ കാണാൻ സാധിച്ചു. 8. ബെൽജിയത്തിലെ 5 കുട്ടികൾക്ക് ബുറാൻഗ എന്ന സ്ഥലത്ത് 1932 മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി. വിശ്വാസത്തോടെയും ആത്മാർത്ഥമായും മാതാവിനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ സാമീപ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പലതവണ ഞാനും എൻ്റെ ഭർത്താവും ഒന്നിച്ചിരുന്ന് ഏകാഗ്രമായി കൊന്ത ചൊല്ലുന്ന സമയത്ത് കൊന്തയിൽ നിന്ന് അവാച്യമായ സുഗന്ധം ഉണ്ടായിട്ടുണ്ട്. ആദ്യമൊക്കെ സംശയം തോന്നിയെങ്കിലും പിന്നീടത് മാതാവിൻ്റെ സാമീപ്യം തന്നെയാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു. നമുക്കും നമ്മുടെ അമ്മയായ മറിയത്തോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.